ബാറ്റിൽ ഫോർ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളിയുടെ രാഷ്ട്രീയത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംസ്ഥാനത്തിലേക്ക് ഞങ്ങൾ സ്പെഷ്യലായി ഒന്ന് പോവുകയാണ്. പശ്ചിമ ബംഗാളിലേക്ക്. ബംഗാളിലെ ഓരോ രാഷ്ട്രീയവും അവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയവും ഒക്കെ മലയാളിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അവിടുത്തെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. കേരളം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ബംഗാളിനെ കുറിച്ച് തന്നെയായിരിക്കും. അപ്പോൾ ബംഗാളിൻ്റെ രാഷ്ട്രീയം അത് കാണാം. ബംഗാളിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചൊന്ന് പുറകിലോട്ട് പോകണം. 2011 അന്ന് ബംഗാളിൽ മുഴങ്ങിക്കേട്ടൊരു മുദ്രാവാക്യമുണ്ട്, മാമാതി മാനുഷ്. അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് CPM-ന്റെ ഭരണം അവസാനിപ്പിക്കണമെന്നായിരുന്നു. പക്ഷേ 14 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ 2024 വരുമ്പോൾ അവിടെ കേൾക്കുന്നത് കസ്താഹാദ്ര താര എന്നാണ്, അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രം. അതായത് മീനാക്ഷി മുഖർജി എന്ന ക്രൗഡ് പുള്ളറായിട്ടുള്ള ഇടത് കോൺഗ്രസ് ആ മുന്നണിയുടെ താരപ്രചാരക പറഞ്ഞൊരു കാര്യമുണ്ട്. 34 വർഷത്തെ ഇടതുഭരണവും 14 വർഷത്തെ തൃണമൂൽ ഭരണവും തമ്മിലുള്ള ഒരു താരതമ്യത്തിലേക്ക് ബംഗാൾ മാറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ മാറ്റം ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ അവതരണത്തിനൊരു പ്രത്യേകത ഉണ്ട്. അധികം വർത്തമാനം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. കാരണം ഒട്ടേറെ കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് കാണാനായി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ബംഗാളിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒരു റിപ്പോർട്ടിലൂടെ കെ രാജേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലൂടെ ആദ്യം കാണാം. 2019 ബംഗാളിൽ നടന്നത് ചതുഷ്കോണ മത്സരമായിരുന്നു. മതേതര വോട്ടുകൾ 3 പിളർന്നപ്പോൾ BJP ചരിത്രത്തിൽ ആദ്യമായി 18 സീറ്റുകൾ നേടി. ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. പരസ്പര ധാരണയിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസുമാണ് നിർണായക ശക്തി. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന മമതാ സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമുണ്ട്. ഇത് മുതലെടുത്ത് സീറ്റുകൾ വർദ്ധിപ്പിക്കാനാണ് BJPയുടെ ശ്രമം. സന്ദേശ് ഗാലി സ്ത്രീപീഡനങ്ങളാണ് BJPയുടെ പ്രധാന പ്രചാരണ വിഷയം. എന്നാൽ മണിപ്പൂരിൽ നടന്ന കൂട്ട ബലാത്സംഗങ്ങളെക്കുറിച്ചും ബ്രിജ്ഭൂഷന്റെ മകൻ കരൺ ഭൂഷനെ UPയിലെ കൈസർഗഞ്ചിൽ BJP സ്ഥാനാർത്ഥിയാക്കിയതിനെക്കുറിച്ചും പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി പ്രചാരണം നടത്തിയതിനെക്കുറിച്ചും ബംഗാളിലെത്തിയ മോദി മറുപടി പറഞ്ഞില്ല. ബംഗാൾ BJPയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ സങ്കീർണമാണ്. ദിലീപ് ഘോഷ് ഉൾപ്പെടെയുള്ള യഥാർത്ഥ BJP നേതാക്കളെ മോദി തഴഞ്ഞു. മമതാ ബാനർജിയുമായുള്ള അധികാര തർക്കത്തെ തുടർന്ന് തൃണമൂൽ വിട്ട സുവേന്ദു അധികാരിയും സംഘവുമാണ് മോദിയുടെ വിശ്വസ്തർ. ആഭ്യന്തര തർക്കങ്ങളെ തുടർന്ന് BJPക്ക് സിറ്റിംഗ് സീറ്റുകൾ പലതും നഷ്ടമാകും. ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവ് തെരഞ്ഞെടുപ്പിലെ എല്ലാ ഘട്ടങ്ങളിലും പ്രകടമാണ്. വലിയൊരു വിഭാഗം ജനങ്ങൾ CPIM-നെ ബദൽശക്തിയായി കാണുന്നു. CPIM സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളിൽ വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടുന്നത്. ഈ ജനക്കൂട്ടം ഒട്ടായി മാറിയാൽ ബംഗാളിൽ CPIM തിരിച്ചുവരും. ബാറ്റിൽ ഫോർ ഇന്ത്യയിൽ നമ്മൾ ബംഗാളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മനു, അവിടെ തൃണമൂൽ കോൺഗ്രസും BJPയും ഒക്കെ ഉണ്ടെങ്കിലും കേരളത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഇടതുപക്ഷം, വിശേഷിച്ച് CPIM, ബംഗാളിലെ CPIM എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഒരു രാഷ്ട്രീയ ഘടകമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ CPIM-ഉം കോൺഗ്രസും സഹകരിച്ച് 42-ൽ 30 ഇടതു പാർട്ടികളും 12 കോൺഗ്രസും എന്ന നിലയിൽ മത്സരിക്കുന്നു. ആ മുന്നണി മെച്ചപ്പെട്ട മുന്നണിയായി മുന്നേറുന്നുണ്ടോ എന്നത് നോക്കുന്ന കാര്യമാണ്. CPIM ഇത്തവണ സീറ്റ് നേടുമോ? കഴിഞ്ഞ തവണ സീറ്റ് ഉണ്ടായിരുന്നില്ല. സീറ്റ് നേടുമോ എന്ന ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തേക്ക് ചെറുപ്പക്കാരുടെ നേതൃത്വം CPIM-ന്റെ നേതൃത്വത്തിലേക്ക് വന്നത് വാർത്തകളിൽ വലിയ ഇടം പിടിച്ചിരുന്നു. ആ ക്യാമ്പിൻ്റെ ഇടത് മുന്നണി കോൺഗ്രസ് മുന്നണി എന്നുള്ളത് തന്നെ ആ സഹകരണം എങ്ങനെ എന്നത് ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട അന്വേഷണമാണ്. തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞു വെക്കുന്നത് ഒരു വലിയ മുന്നേറ്റം ഇത്തവണ CPM-ന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ പഴയ ആ സമഗ്ര ആധിപത്യത്തിലേക്ക് പോകുമെന്നല്ല പറയുന്നത്. പക്ഷേ CPIM വലിയൊരു സാന്നിധ്യമായി വീണ്ടും ബംഗാളിൽ മാറുകയാണ്. അതായത് വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടാകുന്നുണ്ടോ? അതുപോലെ തന്നെ സീറ്റ് നേടാനാകുമോ? അതുപോലെ തന്നെ കൂടുതൽ പാർട്ടിയുടെ CPIM-ന്റെ സംഘടനാ പ്രവർത്തനം കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ മെച്ചപ്പെടുന്നതിന് ബംഗാളിൻ്റെ ഈ രാഷ്ട്രീയ കാലം ഇടവരുത്തിയിട്ടുണ്ടോ? അതുപോലെ കോൺഗ്രസ് CPIM സഹകരണത്തിൻ്റെ സാധ്യത
മറുഭാഗത്ത് തൃണമൂലും BJP ഒക്കെയുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇടതു രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഇടത് കോൺഗ്രസ് സഹകരണത്തിൻ്റെ രാഷ്ട്രീയം എങ്ങനെ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ പര്യടനം നടത്തിയ, അവിടെ നിന്ന് നിരവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത രാജേന്ദ്രൻ തന്നെയാണ് നമ്മളുമായി സംസാരിക്കാൻ പോകുന്നത്. ഏത് നിലയ്ക്കാണ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ ഈ തെരഞ്ഞെടുപ്പ് കാണുന്നത് എന്നുള്ളത് നമുക്കൊന്ന് രാജേന്ദ്രനിലൂടെ തന്നെ അറിയാം. ബംഗാളിൽ ഇടതുപക്ഷം തിരിച്ചു വരുമോ? അതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ബംഗാളിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ആകെ ലഭിച്ചത് 7.5% വോട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ വീണ്ടും തിരിച്ചടിയുണ്ടായി. 5.73% വോട്ടാണ് ലഭിച്ചത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയൊരു കുതിച്ചുചാട്ടം, 14% വോട്ട് നേടി. ഇപ്പോൾ ഒരു 3 പ്രധാനപ്പെട്ട ഈ സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജി സർക്കാരിനെതിരെ വലിയ ജനവികാരമുണ്ട്. അതിൻ്റെ കാരണം അഴിമതിയാണ് പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ BJP അവിടെ ശക്തിപ്പെട്ടു. BJPയുടെ ശക്തി വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിരന്തരം വർഗീയ സംഘർഷങ്ങളുണ്ടായി. ഇടതുപക്ഷം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നില്ല. ആ ഘട്ടത്തിൽ അഴിമതിയേ ഇല്ലായിരുന്നു, വർഗീയ സംഘർഷങ്ങളേ ഇല്ലായിരുന്നു. ബംഗാൾ ശാന്തമായിരുന്നു. അപ്പോൾ ഒരു തിരിച്ചുവരവിന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റമെന്ന് പറയുന്നത് സമീപകാലത്ത് സംഘടനാപരമായി ബംഗാളിൽ CPIM ശക്തിയാർജിച്ചു എന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷം ഇത്തവണ അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. ആകെയുള്ള 42 സീറ്റുകളിൽ 30 സീറ്റുകൾ ഇടതുപക്ഷ പാർട്ടികൾ മത്സരിക്കുന്നു, 12 സീറ്റുകളിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു. കോൺഗ്രസ് മറ്റ് സീറ്റുകൾ ഇടതുപക്ഷ പാർട്ടികളെ പിന്തുണയ്ക്കുന്നു. ഈ 30 സീറ്റുകളിലെ 14 സീറ്റുകളും ചെറുപ്പക്കാരെയാണ് മത്സരിപ്പിക്കുന്നത്. അപ്പോൾ യുവജനങ്ങളെ ആകർഷിക്കാൻ CPMന് സാധിക്കുന്നത്. ഈ CPM സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള യുവജന വിദ്യാർത്ഥി സാന്നിധ്യം മറ്റ് പാർട്ടികളിൽ നിന്നും വിഭിന്നമായി കാണാൻ സാധിക്കും. ഇത് വോട്ടായി മാറും എന്നതാണ് ഇനി അറിയാനുള്ളത്. ഒരിക്കലും തന്നെ വലിയ രീതിയിലുള്ളൊരു സീറ്റുകളുടെ എണ്ണത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് CPM പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സീറ്റുകൾ ഉണ്ടാവും. കഴിഞ്ഞ തവണ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വോട്ടിംഗ് ശതമാനം എത്രയാണ് എന്നതായിരിക്കും നിർണായകമാവുക. ഒരു 20% വരെ വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ബംഗാളിൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യം സംജാതമാവുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മനു, ഈ ബംഗാളിലെ മുർഷിദാബാദ് എന്ന് പറഞ്ഞ ജില്ലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. CPIMൻ്റെയും കോൺഗ്രസിൻ്റെയും സംസ്ഥാനത്തെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണ്. മുഹമ്മദ് സലീം CPIMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ്, അതുപോലെ സംസ്ഥാന സെക്രട്ടറിയാണ്. മുർഷിദാബാദിൽ തൊട്ടപ്പുറത്തെ മണ്ഡലം, അതായത് നമ്മുടെ ആറ്റിങ്ങിലും തിരുവനന്തപുരവും പോലെയാണ്. തൊട്ടടുത്ത ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ആരാണ്? ആദിർ രഞ്ജൻ ചൗധരി, PCC പ്രസിഡന്റാണ്, കോൺഗ്രസിന്റെ കക്ഷി നേതാവാണ് ലോക്സഭ. കട്ട തൃണമൂൽ അല്ലെങ്കിൽ മമതാ വിരോധിയാണ്. ഇന്ത്യ മുന്നണിയിൽ ഖാർഗെയ്ക്ക് പലപ്പോഴും അധിർ രഞ്ജൻ ചൗധരിയെ ഒന്ന് നിയന്ത്രിക്കേണ്ടതായി. അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൊണ്ട്, ഒരു കാലത്ത് CPIMന്റെ ഏറ്റവും ശക്തനായ വിമർശകനായിരുന്നു യാദിർ രഞ്ജൻ ചൗധരി. പക്ഷേ പിന്നീട് സാഹചര്യം മാറിയപ്പോൾ ഇന്നത്തെ സഹകരണത്തിന്റെ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ കൂടി. അത് തന്നെയാണ്. അപ്പുറത്ത് CPIMഉം ഇപ്പം നമ്മൾ സംസാരിച്ച മീനാക്ഷി മുഖർജിയൊക്കെ അവരുടെ ക്രൗഡ് പുള്ളറായി പ്രചരണ രംഗത്ത് എങ്ങനെയാണോ മമതയെ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത്, അത് തന്നെയാണ് അധിർ രഞ്ജൻ ചൗധരിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാൾ മുഹുവ മൊയ്ത്രയാണ്. അത് തൃണമൂലിൻ്റെ മറ്റൊരു താരപ്രചാരകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ പാർലമെൻറ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അവർക്കെതിരായിട്ടുള്ള BJPയുടെ നീക്കമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കാണുന്നത് ഈ 3 നേതാക്കൾ കൈരളി ന്യൂസിനോട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസാരിച്ചപ്പോൾ രാഷ്ട്രീയ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞത് വളരെ ചുരുക്കത്തിൽ. This time there is a strong left Congress alliance. We know that Congress is compelled to support you. What's the reason for this? It's not a question of compulsion, because at the national level and at the state level we are fighting against both BJP and TMC. So it's a people's alliance and it's going seamlessly. And 23 seats CPIM is contesting, 7 more seats the other left constituents, and 12 seats the INC. Okay, then last question, that could you expect that this time there is a revival for the left parties? Yes, it's a resurgent left, revamped left, and now people are ready to send the left and the INC representatives in parliament. At one point in time, it is known that you were a strong critic of these left parties. Yes. Now you have a strong alliance with left parties. Yes. What's the reason? The reason is the situation has warranted it. It is a need of the hour, given the situation prevailing over in the state of West Bengal. It is a regional alliance. Not you can say that it is an alliance. Rather,
there is a seat adjustment we have done between CPM party and Congress because we felt that it was the need of the hour. The situation had warranted us. If you need to defeat BJP, there should be a strong secular alliance. In Maharashtra, there is a strong alliance, Bihar, a secular alliance, but West Bengal, no, because Trinamool is not at all part of India alliance. Not Trinamool is very much a part of India alliance. In your state, in Kerala, CPM is part of the India alliance. Yes or no? CPIM, CPI are both part of the India alliance. Yeah. Congress is part of the India alliance. Then why in Kerala have you put up a candidate against Rahul Gandhi in Wayanad? Why is Ani Raja fighting? Because the Kerala reality is different, right? Similarly, in Bengal, we are very much part of the alliance of the India alliance, but it is a one-to-one fight. We are the strongest party. The idea behind the alliance is whoever is strongest fights BJP head-on. So here, like in Kerala and Bengal, we are fighting against the BJP one. ബംഗാൾ രാഷ്ട്രീയം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നോക്കി ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം രാജ്യം ചർച്ച ചെയ്ത് ബംഗാൾ പിടിക്കാൻ ഇറങ്ങി തിരിച്ച BJP നേതാക്കൾ എന്നുള്ള ഒരു വലിയ ടാഗ് ലൈൻ ഉണ്ടായിരുന്നു. ബംഗാൾ രാഷ്ട്രീയത്തെ നമ്മൾ ഏറ്റവും അധികം കണ്ടത് അങ്ങനെയാണ്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ നിശ്ചയമായും എല്ലാവരും കരുതുന്ന പോലെ മമതായുടെ തൃണമൂലിന് വലിയൊരു സീറ്റ് ഷെയർ അവിടെ ഉണ്ടാകും. BJPക്ക് 18 സീറ്റുണ്ട്. ആ 18 സീറ്റിൽ നിന്ന് കുറയുമോ കൂടുമോ എന്ന ചോദ്യമൊക്കെ അവരും നേരിടും. പക്ഷേ പ്രചരണ രംഗത്ത് ഏറ്റവും അധികം വാർത്തകളിൽ വന്നിട്ടുള്ളത് CPIMൻ്റെ മടങ്ങിവരവാണ്. അതിൻ്റെ സംഘടനാശേഷി വർദ്ധിക്കുന്നു. CPIMൻ്റെ പരിപാടികളിലേക്ക്, പ്രചാരണ പരിപാടികളിലേക്ക്, DYFIയുടെ പരിപാടികളിലേക്ക് വലിയ തോതിൽ അവിടെ കണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ കാഴ്ച എന്താണ് എന്ന് വെച്ചാൽ ചെറുപ്പക്കാരാണ് നേതൃനിരയിൽ നിൽക്കുന്നത്. യുവ നേതൃത്വം എന്നുള്ളത് കേവലം വാക്കാൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല. വളരെ വലിയ തോതിൽ സ്ഥാനാർത്ഥികളായി വന്നവർ, അതുപോലെ നയിക്കുന്നവർ. മീനാക്ഷി മുഖർജി DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഏറ്റവും വലിയ പ്രചാരകർ. അതെ, അവരുടെ യോഗത്തിലേക്ക് ആളുകൾ എത്തുന്നു. അവരെ കാണാൻ ഇപ്പോൾ മലയാള മനോരമ പോലും എഴുതിയത് 200 കിലോമീറ്റർ വരെ ദൂരത്ത് നിന്ന് വന്നിട്ട് അവരെ കാണാനും അവർക്കൊപ്പം ഫോട്ടോ എടുക്കാനും അവരുടെ പ്രസംഗം കേൾക്കാനും ഒക്കെ തിരക്ക് കൂട്ടുന്ന ഒരു ബംഗാൾ നേതൃത്വം CPMനോട് ആവശ്യപ്പെടുന്നത് അവരുടെ യോഗങ്ങളിലും മീനാക്ഷി വേണമെന്നാണ്. അതെ, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ പോലും CPIMൻ്റെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള താരപ്രചാരകയായിട്ടുള്ള ക്രൗഡ് പുള്ളറായിട്ടുള്ള മീനാക്ഷി വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു പേരിലേക്ക് ഒരുക്കമില്ല. ശ്രീജൻ ഭട്ടാചാര്യയുണ്ട്, വേറെയും പേരുകാരൊക്കെ, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം അടങ്ങുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി ബംഗാളിൽ കണ്ട ഈ യുവ നേതൃത്വത്തെക്കുറിച്ച്, അതെ, യങ് ലീഡേഴ്സ് കാണാം. আর আমাদের কর্মীরা হলো আমাদের পার্টির আন মান আর শান আর জান। আর আমাদের কর্মীদের গায়ে যদি একটা হাত পড়ে কোনো আয়ুব গাজীকে চিনি না, মিনাকা থানার বড় বাবুকে জবাব দিতে হবে. DYFI സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജി സ്ഥാനാർത്ഥിയല്ല, ബംഗാളിലെ താരപ്രചാരകയാണ്. മീനാക്ഷി മുഖർജിയുടെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടുന്നത് 10,000-ങ്ങൾ. পার্টিকে জানাবেন আস্থা রাখুন, ভরসা রাখুন, CPIM পার্টি পিঠ দেখিয়ে দৌড়ে পালিয়ে যেতে শেখেনি. മമതാ സർക്കാരിനെതിരെ സമരം ചെയ്തതിന് തൃണമൂൽ സർക്കാർ മീനാക്ഷി മുഖർജിയെ ദീർഘകാലം ജയിലിലടച്ചു. ബംഗാളിൽ മത്സരിക്കുന്ന 30 ഇടതുപക്ഷ സ്ഥാനാർത്ഥികളിലെ 14 ചെറുപ്പക്കാരാണ്. SFI നേതാവ് ദീപ്ഷിത ധർ ശ്രീരാംപൂർ മണ്ഡലത്തിലും ശ്രീജൻ ഭട്ടാചാര്യ ജാദവ്പൂരിലും ജനവിധി തേടുന്നു. ഇരുവർക്കും വേണ്ടി ആയിരക്കണക്കിന് യുവാക്കളാണ് പ്രചാരണത്തിനിറങ്ങിയത്. ഡയമണ്ട് ഹാർബറിൽ മത്സരിക്കുന്ന പ്രതീകുർ റഹ്മാൻ തൃണമൂൽ കോൺഗ്രസിന്റെ ക്രൂരമായ അക്രമങ്ങൾക്ക് ഇരയായ യുവജന നേതാവാണ്. താംലൂക്കിൽ മത്സരിക്കുന്ന സാജൻ ചാറ്റർജിയും ഹൗറയിൽ മത്സരിക്കുന്ന സബ്യസാച്ചി ചാറ്റർജിയും ജാൽഗ്രാമിൽ മത്സരിക്കുന്ന സോണാമണി മുർമുവും ദക്ഷിണ കൊൽക്കത്തയിൽ മത്സരിക്കുന്ന സൈറ ഷാ ഹാലിമും തൃണമൂൽ കോൺഗ്രസിനും BJPക്കും ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളിൽ തടിച്ചുകൂടുന്ന ജനാവലി വോട്ടായി മാറിയാൽ ഇത്തവണ ഇടതുപക്ഷം ബംഗാളിൽ മുന്നേറ്റമുണ്ടാക്കും. ഇടതുപക്ഷ പാർട്ടികൾ ഇത്തവണ മുന്നേറ്റമുണ്ടാക്കും. തൃണമൂൽ കോൺഗ്രസിനും BJPക്കും വലിയ ആത്മവിശ്വാസമില്ല. ബംഗാളിൽ നിന്നും ഓരോ പാർട്ടിയും നേടുന്ന സീറ്റുകൾ ദേശീയ തലത്തിൽ ഇത്തവണ നിർണായകമാവും. കൊൽക്കത്തയിൽ നിന്ന് ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം K. രാജേന്ദ്രൻ. മനു, നമ്മളിപ്പോൾ കണ്ട ഈ റിപ്പോർട്ടിൽ അതിനകത്ത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഒരു നാട്ടിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഈ യുവ നേതൃത്വത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച്. വലിയ തോതിൽ ആളുകൾ അവരെ കേൾക്കുന്നുണ്ട്. മീനാക്ഷി മുഖർജി
താരപ്രചാരകയാണ്, നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞു. സംസാരിച്ച ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇന്ന് ഇത്തവണ മത്സരിക്കുന്നില്ല, കാരണം അവർ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഏറ്റവും അധികം ആളുകൾ കൂടുന്ന ഒരു ക്രൗഡ് പുള്ളറായിട്ട് മമതാ ബാനർജിക്കൊപ്പം കാണുന്ന വിധത്തിലേക്ക് ബംഗാളി മാധ്യമങ്ങൾ കാണുന്നു, ദേശീയ മാധ്യമങ്ങൾ കാണുന്നു. അതാ ആ നിലയ്ക്കുള്ള ഒരു വലിയ പരിവേഷം, ഒരു ലീഡർ പരിവേഷത്തിലാണ് മീനാക്ഷി നിൽക്കുന്നത്. തൊട്ടുപുറകെ ദീപ്ഷിത ധർ SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയാണ്, JNU യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി, PhD ഹോൾഡറാണ്, ശ്രീറാംപൂരിൽ നിന്ന് മത്സരിക്കുന്നു. മികച്ച പോരാട്ടം. നമുക്കിത് കഴിയുമ്പോൾ ഒരു സസ്പെൻസ് ഉണ്ട്. ദീക്ഷിത അസാമാന്യ ഗായികയാണ്, അതൊരു മലയാളം പാട്ട് പാടിയിട്ടുണ്ട്. കളഞ്ഞു മനു കളഞ്ഞു. അതാ സസ്പെൻസ് എന്ന് പറഞ്ഞ് അത് പോയി. നമ്മൾ ഇതിനോടകം സോഷ്യൽ മീഡിയ കണ്ടതാണ്. ശ്രീജൻ ഭട്ടാചാര്യ, അതായത് നേരത്തെ അവിടുത്തെ SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, ജാദവ്പൂരിൽ നിന്ന് മത്സരിക്കും. ഇപ്പോൾ രാജേന്ദ്രൻ ശ്രീജനോട് സംസാരിച്ച് അവിടുന്ന് ജാദവ്പൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ ആളുകളുമൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുമായി ഇങ്ങനെ നടന്ന് വോട്ടൊക്കെ ചോദിച്ച് അതിനിടയിൽ സംസാരിക്കുന്ന ശ്രീജൻ ഭട്ടാചാര്യയെ കണ്ടത് വാർത്തയിൽ കണ്ടത് ഓർക്കുന്നു. ഇപ്പോൾ CPIഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് സായൻ ബാനർജി. ഇതുപോലെ തന്നെ SFI DYFI തലത്തിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ് സായൻ ബാനർജി. അതുപോലെ തന്നെ സബിതാജി ചാറ്റർജി, അദ്ദേഹവും ഈ യുവ വിദ്യാർത്ഥി നേതൃനിരയിൽ വലിയ അനുഭവ സമ്പത്തുള്ള നേതാവ് കൂടിയാണ്. സൈറ ഷഹാലിമ, നല്ല പരിചയമുള്ളതാണ് ആളുകൾക്ക്. ഒന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹിന്ദി സിനിമാ താരം നസറുദ്ദീൻ ഷായുടെ മരുമകളാണ്. അതിനപ്പുറം വലിയൊരു രാഷ്ട്രീയ പ്രത്യേകതയുണ്ട് അവർക്ക്. ഒരു പോരാട്ടത്തിൽ നിന്ന് CPMന്റെ വളർച്ചയെ പ്രതിനിധീകരിക്കുന്ന ഒരു പേര് കൂടിയാണ്. ബോളിഗഞ്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIഎമ്മിന് കെട്ടിവെച്ച കാശ് പോയ മണ്ഡലമായിരുന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാർട്ടി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ച ഒരു പോരാളി കൂടിയാണ് അവർ. പ്രദീപുർ റഹ്മാൻ, ഡയമണ്ട് ഹാർബർ മണ്ഡലം. ആ മണ്ഡലത്തിന് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. അതായത് വ്യവസായ കേന്ദ്രങ്ങൾ, നഗരവാസികൾ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ട്രേഡ് യൂണിയൻ CITUവിനൊക്കെ നല്ല സ്വാധീനമുള്ള, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്ന യുവ നേതാവ്. 2009 വരെ CPIഎം മാത്രം ജയിച്ച മണ്ഡലം കൂടിയാണ് ഡയമണ്ട് ഹാർബർ എന്ന് പറയുന്നത്. അവിടെയാണ് ഇവരിലൂടെയൊക്കെ ഒരു സംഘടന, പാർട്ടി, CPIഎം എന്ന പാർട്ടിയെ കെട്ടിപ്പടുക്കുക. അദ്ദേഹത്തിന്റെ എതിരാളിക്ക് ഒരു പ്രത്യേകത, അഭിഷേക് ബാനർജി. യെസ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അതുകൊണ്ട് തന്നെ ഒരു നല്ല മത്സരമാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെയൊക്കെ സാന്നിധ്യം, ഈ പേരുകൾ പ്രത്യേകമായി ഇന്നിപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന പേരുകളാണ്. ആ പേരുകൾ ജയപരാജയങ്ങൾക്കപ്പുറം ഒരു നാടിൻ്റെ ഭാവി രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്താൻ പോകുന്ന, നേതൃത്വം നൽകാൻ പോകുന്ന പേരുകാരാണ് ഇവരെല്ലാവരും, ഇവരിൽ പലരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബംഗാൾ രാഷ്ട്രീയം മലയാളിക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ പേരുകാരൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. കൂടുതൽ പരിചയത്തിലേക്ക് വരാൻ പോകാൻ സാധ്യതയുള്ള ഭാവിയുടെ നേതാക്കളാണ്. ഈ മത്സരങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വിജയത്തിലേക്ക് എല്ലായിടത്തേക്കും ഇടതുപക്ഷം ജയിച്ചു വരുന്നു എന്ന നിലയിലേക്കല്ല. പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയം ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളേക്കാൾ അപ്പുറം കൂടുതലായി മുന്നോട്ട് പോകുന്നതിൻ്റെ എല്ലാ തരം സൂചനകളും വിവരങ്ങളും റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു. വോട്ടിംഗ് ശതമാനം നല്ല നിലയ്ക്ക് കൂടാം. അങ്ങനെ വന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെതായിട്ടുള്ള ഒരു, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വോട്ട് ഷെയർ, അതായത് ഏതാണ്ട് 7% നിന്ന് 5.5% നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPMന്റെ വോട്ട് ഷെയർ താഴെ പോയത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും 10 കടന്ന് 12, 14, 15% അടുത്തേക്ക് വന്നു. ഇപ്പോൾ 20% അതിനപ്പുറത്തേക്ക് 20+ എന്ന നിലയിൽ കാണുകയാണെങ്കിൽ സ്വാഭാവികമായും CPMന്റെ വളർച്ചയിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം ബംഗാളിൽ കൂടുതൽ മികച്ച നിലയിലേക്ക് പോകുന്നു. സ്വാഭാവികമായും ആ കോൺഗ്രസ് CPM സഹകരണവും അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ബാറ്റിൽ ഫോർ ഇന്ത്യയിൽ ഇനി മമത ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടല്ല മമത ബംഗാളിൽ നിൽക്കുന്നത്. എന്നാൽ BJPയുമായി ഒളിഞ്ഞും തെളിഞ്ഞും സഹകരണം എന്ന വിമർശനം അവർ നേരിടുന്നുണ്ട്. എന്നാൽ ഇന്ത്യ മുന്നണി പൂർണ്ണമായി അവരെ തള്ളിക്കളയുന്നുമില്ല. രാഷ്ട്രീയത്തിൻ്റെ ജൂൺ 4 ശേഷം വരുന്ന ഒരു അന്തരീക്ഷത്തിൽ സ്വാഭാവികമായും അവരും ഈ മുന്നണിയുടെ ഭാഗമായി വരാം എന്ന പ്രതീക്ഷ നേതൃത്വത്തെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കോൺഗ്രസും CPIഎമ്മും ഒരുപോലെ വളരെ ശക്തമായി മമതയെ എതിർക്കുന്നുമുണ്ട് വിഷയങ്ങളുടെ പേരിൽ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെല്ലുവിളികൾക്ക് നടുവിലാണ് മമത എന്നുള്ളത്. വലിയ വെല്ലുവിളികൾക്ക് നടുവിൽ. ആ വെല്ലുവിളി ഒന്ന് സംസ്ഥാന ഭരണം നേരിടുന്ന ഭരണവിരുദ്ധ വികാരം എന്നുള്ളതാണ്. അത് കേവലം ഒരു വാചകമോ പ്രതിപക്ഷ ആക്ഷേപമോ മാത്രമല്ല എന്ന പ്രശ്നമുണ്ട്. അതിന്റെ ഘടകങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ക്രമസമാധാന തകർച്ചയാണ്. ഗുണ്ടാവാഴ്ചയാണ് അതിലെ പ്രശ്നം. ഗുണ്ടാവാഴ്ച, അത് ഈ താരതമ്യം എന്ന് പറയുന്നത് വെറുതെയല്ല. അതായത് CPM നയിച്ച ഇടതുമുന്നണി ഭരിച്ച കാലത്ത് ആ നിലയിലുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, ഗുണ്ടാവാഴ്ച ഉണ്ടായിരുന്നു, വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നാട്ടിൽ ക്രമസമാധാന തകർച്ച, അതുപോലെ മറ്റൊന്ന് അഴിമതി,
ഏറ്റവും രൂക്ഷമായ അഴിമതിയുടെ ഒരുപാട് ശാരദാ ചിട്ടി കേസ് തട്ടിപ്പ് കേസ് മുതലുള്ള സ്വന്തം മന്ത്രിസഭയിലെ അംഗം വിദ്യാർത്ഥി വിദ്യാഭ്യാസ മന്ത്രി അതെ, അതിന്റെ പേരിൽ അറസ്റ്റിലാകുന്നവർ നമ്മൾ കണ്ടതാണ്. അതെ. അപ്പോൾ അഴിമതി ഒരു മുഖമുദ്രയായി മാറിയ സർക്കാർ, അതുപോലെ സന്ദേശ് ഖാലി അതൊരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അപ്പോൾ അത് ഇപ്പുറത്ത് CPIM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് തൃണമൂൽ സൃഷ്ടികൾ, സന്ദേശ് ഖാലികൾ എന്നുള്ളതാണ്. ഇനി അതിനപ്പുറത്തേക്ക് അവർ രാഷ്ട്രീയമായി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം. അതും ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം എനിക്ക് തോന്നുന്നു പലതരത്തിൽ വരാം. ചിലയിടങ്ങളിൽ അവർക്ക് മെച്ചവുമാണ്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ BJP ഈ ഭരണവിരുദ്ധ വികാരം ഇന്നത്തെ സാഹചര്യത്തിൽ കുറെ കൂടി BJPക്ക് സഹായകരമാകും അവിടെ എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ഇടതുപക്ഷവും കോൺഗ്രസും കൂടി ചേരുന്ന ഈ മുന്നണി ശക്തമായതുകൊണ്ട് തന്നെ ഈ ഭരണവിരുദ്ധ വികാരത്തിന് തൃണമൂലിനെതിരായ വോട്ടുകൾ ഈ മുന്നണി കൊണ്ടുപോകുന്നുണ്ട്. അത് BJPക്ക് പോകാതിരിക്കുന്നത് തൃണമൂലിന് ഗുണകരമാണ്. എന്നാൽ ചിലയിടങ്ങളിൽ ഈ ഭരണവിരുദ്ധ വികാരത്തിന് ആനുകൂല്യം കോൺഗ്രസ് CPIM കോൺഗ്രസ് എന്ന ധാരണയ്ക്ക് ലഭിക്കുകയും ചെയ്യാം. എന്നാലും ബംഗാളിൻ്റെ നിലവിലെ അന്തരീക്ഷത്തിൽ ഒരു മേൽക്കൈയുള്ളത് തൃണമൂലിനാണ് ആകെ സീറ്റുകളുടെ എണ്ണത്തിൽ എന്നുള്ളൊരു പൊതു അന്തരീക്ഷമുണ്ട്. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം എങ്ങനെയൊക്കെ പ്രതിഫലിക്കും, ആ മുന്നേറ്റം എന്ന് പറയുന്നത് ഒരു സ്ഥിരതയാർന്നതല്ല. സ്ഥിരതയില്ല. പക്ഷേ ഒരു പ്രശ്നം അവർ നേരിടുന്ന ഒരു ആനുകൂല്യം എന്താണെന്ന് വെച്ചാൽ മറുഭാഗത്ത് ഇപ്പോൾ കരുത്താർജിച്ച് നിൽക്കുന്ന പ്രതിപക്ഷം എന്ന നിലയിൽ ബംഗാളികൾ കാണുന്നതിൽ ഒന്ന് BJP ആണെന്നുള്ളതാണ്. BJPയോടും ഇതേ സമീപനമുണ്ട്. BJP ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ വർഗീയ കലാപങ്ങൾ BJP തഴച്ചു വളർന്നതിനെ തുടർന്ന് ബംഗാളിൽ ഉണ്ടായ വർഗീയ കലാപങ്ങൾ പണ്ടതുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ബംഗാൾ ശാന്തമായി. BJP ഇപ്പോൾ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇവിടെ CK പത്മനാഭൻ പറഞ്ഞ കാര്യമില്ലേ, കോൺഗ്രസ് മുക്ത BJPക്കായി ഇതെല്ലാം തൃണമൂലാണ്. ഇനി ഇവിടെ എന്തെന്നാൽ തൃണമൂൽ മുക്ത BJPക്കായി പോരാടേണ്ട അവസ്ഥ. തൃണമൂലുകാരെ അവിടേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ അധികാരിയൊക്കെ മമതയുടെ വലങ്കൈയായിരുന്നു. ഇപ്പോൾ അധികാരിയുടെ കയ്യിലാണ് ഇപ്പോൾ BJPയുടെ അധികാരം ഇരിക്കുന്നത് ബംഗാളിൽ. ഇത്തരം പ്രശ്നങ്ങൾ BJPയും നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ഒരുപോലെ തൃണമൂലിനെയും BJPയെയും ബാധിക്കുന്നുണ്ട്. രണ്ടിനെയും തുറന്നു കാട്ടിക്കൊണ്ട് മൂന്നാം ശക്തിയായി CPIM-ഉം കോൺഗ്രസും നയിക്കുന്ന ആ മുന്നണി നിൽക്കുന്നുണ്ട്. ഈ നിലയിലാണ് ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ വളരെ സവിശേഷകരമായ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നമ്മളിപ്പോൾ മമതാ ബാനർജി നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് പ്രധാനമായും കണ്ടല്ലോ. അതിനെക്കുറിച്ച് രാജേന്ദ്രൻ വിശദമായി അവിടെയെല്ലാം സഞ്ചരിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അത് കണ്ടാലോ? ബംഗാൾ BJPക്കും തൃണമൂൽ കോൺഗ്രസിനും ഒരുപോലെ നിർണായകമാണ്. തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ ആകെയുള്ള 42 സീറ്റിൽ 22 സീറ്റുകളിലാണ് അവർ വിജയിച്ചിരുന്നത്. ഇത്തവണ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി മമതാ ബാനർജി സർക്കാരിനെതിരായ ജനവികാരമാണ്. നിരവധി അഴിമതി ആരോപണങ്ങളിൽ കുരുങ്ങി ആ സർക്കാർ ആകെ പ്രതിരോധത്തിലാണ്. അവരുടെ നേരത്തെ മന്ത്രിമാരായിരുന്ന 2 പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോഴും ജയിലിലാണ്. അതോടൊപ്പം തന്നെ മമതാ ബാനർജി നരേന്ദ്രമോദിയുമായി ഒരു രഹസ്യ ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള പ്രചാരണം ശക്തമാണ്. ഇത് മതേതര ചിന്താഗതിക്കാർക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംഘടനാ പ്രശ്നങ്ങളുണ്ട്. മമതാ ബാനർജിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയെ അനന്തരാവകാശിയായി മമതാ ബാനർജി പ്രഖ്യാപിച്ചതിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെല്ലാം അമർഷമുണ്ട്. ഇതെല്ലാം തൃണമൂലിന് തിരിച്ചടിയായേക്കാം. അതേസമയം അവിടുത്തെ ജനസംഖ്യയിലെ 28% വരുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തി ഈ എല്ലാ ജനവികാരത്തെയും മറികടക്കുക എന്നതാണ് മമതാ ബാനർജിയുടെ തന്ത്രം. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും ശക്തമായ രംഗത്തുള്ളതും യാതൊരു സംശയവും വേണ്ട തൃണമൂലിന് വെല്ലുവിളിയാണ്. BJPക്ക് ആവട്ടെ, BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണുള്ളത്. ആകെയുള്ള 42 സീറ്റ്, ഒരു 30 സീറ്റുകളെങ്കിലും വിജയിക്കണം. ഇതാണ് BJPയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നേരിട്ട് നിയന്ത്രിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി 25 റാലികളെയാണ് ബംഗാളിൽ അഭിസംബോധന ചെയ്തത്. ആകെയുള്ള 42 സീറ്റുകളാണ്. ആ 42 സീറ്റുകളുടെ സംസ്ഥാനത്ത് 25 റാലികളെ അഭിസംബോധന ചെയ്തു. 80 സീറ്റുകളുള്ള UPയേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി റാലികളെ അഭിസംബോധന ചെയ്തത് പശ്ചിമ ബംഗാളിലാണ്. പല സംസ്ഥാനങ്ങളിലും BJPക്ക് സീറ്റുകൾ കുറയുന്ന കാര്യത്തിൽ BJPക്ക് തന്നെ യാതൊരു സംശയവുമില്ല. അവിടെ കുറയുന്ന സീറ്റുകളെ ബംഗാളിൽ നിന്ന് നേടുന്ന സീറ്റുകൾ കൊണ്ട് മറികടക്കുക എന്നതാണ് ബംഗാളിലെ BJPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ അവിടെയും നിരവധി പ്രതികൂല ഘടകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൂല ഘടകമെന്ന് പറഞ്ഞാൽ ബംഗാളിൽ പ്രതിപക്ഷം ശക്തമാണ്. അവിടെ തൃണമൂൽ കോൺഗ്രസ് ശക്തമാണ്, അതുപോലെ ഇടതുപക്ഷ പാർട്ടികൾ ശക്തമാണ്. അതുകൊണ്ട് തന്നെ മോദിയുടെ നയങ്ങൾക്കെതിരെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നിരന്തരം പ്രചാരണ പരിപാടികൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മോദി ഭരണത്തിൻ്റെ പോരായ്മകൾ ജനങ്ങളിൽ എത്തിക്കാൻ അവിടുത്തെ പ്രതിപക്ഷം വലിയൊരളവോളം വിജയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം ഉറ്റുനോക്കുന്നതാണ് ബംഗാളിൻ്റെ രാഷ്ട്രീയം. അതിൻ്റെ അരികുകളിലൂടെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അതുപോലെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. എന്താണ് ബംഗാളിൽ സംഭവിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട
പല കാര്യങ്ങളും കണ്ടു. അതുപോലെ ആ രംഗത്ത് നിൽക്കുന്ന സജീവമായി നിൽക്കുന്ന ആളുകളെ കൂടുതലായി പരിചയപ്പെടുത്തും. അതിലൊരാളെക്കുറിച്ച് നമ്മളിടയിൽ പറയുകയും ചെയ്തു. മനു ആ സസ്പെൻസ് അപ്പോൾ പൊട്ടിച്ചു. എങ്കിലും അതിൽ നമുക്ക് ഈ പരിപാടി ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം, ബാറ്റിൽ ഫോർ ഇന്ത്യ അവസാനിപ്പിക്കാം. അതായത് ദീക്ഷിതയുടെ ആ മലയാളം ഗാനം, ബംഗാളിയായിട്ടുള്ള ദീക്ഷിത ഏറെ പ്രിയപ്പെട്ട അവർക്കറിയാവുന്നൊരു മലയാളം ഗാനം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പാടുന്നുണ്ടായിരുന്നു. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി. അത് ഏറ്റവും ആവേശത്തോടെ ഏറ്റവും രസകരമായി പാടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത് നമ്മൾ വീണ്ടും കാണാൻ പോവാണ്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി അരുമക്കിയേ നീരു നീരു പെരുതേ പുരുതം പരായ നമ്മൾ കൊയ്യും വയലുകൾ ജന്മി തമ്മിട കല്ലുരേതല്ലേ ജന്മി തമ്മിട കല്ലുരേതല്ലേ അല്ലന്നേ അല്ലന്നേ അല്ലല്ലല്ലേ. മനു, അപ്പോൾ ഇന്ന് നിർത്താല്ലേ? ഇന്ന് നിർത്താം, അധികം വേണ്ട. കാരണം ഇന്ന് വാരിക്കോരിയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് കൊടുത്തിരിക്കുന്നത്. ബംഗാളല്ലേ? ബംഗാൾ. അപ്പോൾ ബാറ്റിൽ ഫോർ ഇന്ത്യ ഇനിയും കാണാം, നാളെയും കാണാം കൂടുതൽ വിശേഷങ്ങളുമായി.